അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. മുൻപൊരിക്കൽ ഞാനിത് പറഞ്ഞപ്പോ ഇവിടെ കുറെ ആളുകൾക്ക് വയറുവേദന ഉണ്ടായി. എന്നാൽ ഇപ്പോൾ വീണ്ടും ഉറപ്പിച്ച് ഞാൻ പറയാം, ഞാൻ അഭിമാനബോധമുള്ള ഒരു ക്രിസ്ത്യാനിയാണ്. ഇത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകനും ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിന്റെ വാക്കുകളാണ്. തമിഴ്നാട്ടിലെ ദ്രാവിഡ പാർട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം. അണ്ണാദുരൈയുടെയും പെരിയോർ രാമസ്വാമിയുടെയും പാരമ്പര്യം അവകാശപ്പെടുവാൻ പറ്റുന്ന പാർട്ടി. ഈ പാർട്ടിക്ക് എല്ലാ കാലത്തും കൃത്യമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. അത് ഹിന്ദി വിരുദ്ധ സമരത്തിലാണെങ്കിലും മതപരമായ വിഷയങ്ങളിലാണെങ്കിലും കൃത്യമായ നിലപാട്. തമിഴന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി. ഇന്ന് തമിഴ്നാട്ടിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടി. മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്റെ പുത്രനെ 2019 രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. അതിനു മുൻപ് ഉദയനിധി സിനിമാ രംഗത്തായിരുന്നു. നടൻ എന്നുള്ള നിലയിലും നിർമ്മാതാവ് എന്നുള്ള നിലയിലും സിനിമാ രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചു. രാഷ്ട്രീയ പ്രവേശനത്തോടുകൂടെ DMKയെ നയിക്കേണ്ട അടുത്ത നേതാവ് എന്നുള്ള നിലയിൽ ഉദയനിധിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ശക്തമായ നിലപാടുകൾ കൊണ്ടും തന്റെ ആശയങ്ങൾ തുറന്നു പറയുവാൻ മടി കാണിക്കാതെയും നിരവധി വിവാദങ്ങൾ സൃഷ്ടിച്ചാണ് ഉദയനിധി മുൻപോട്ട് പോകുന്നത്. 2023 സനാതനധർമ്മത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ഏറ്റവും വിവാദപരമായ പ്രസ്താവന വലിയ പ്രതിഷേധത്തിനും നിരവധി കേസുകൾക്കും കാരണമായി മാറി. എന്നാൽ അപ്പോഴും അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഞാൻ പറഞ്ഞതു പറഞ്ഞു, ക്ഷമ പറയുവാൻ തയ്യാറല്ല എന്ന് ഉദയനിധി ആർജവത്തോടെ പ്രഖ്യാപിച്ചു. സനാതന ധർമ്മത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വിവാദ പരാമർശം ഇപ്രകാരമായിരുന്നു: സനാതനധർമ്മം മലേറിയയും ഡെങ്കിപ്പനിയും പോലെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു തിന്മയാണെന്നായിരുന്നു. അതിശക്തമായ എതിർപ്പാണ് അദ്ദേഹത്തിന് ആ പ്രസ്താവന മൂലം നേരിടേണ്ടി വന്നത്. എന്നാൽ അതിനെയും അതിജീവിച്ച് ഉദയനിധി തന്റെ രാഷ്ട്രീയ തേരോട്ടം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഉദയനിധി പ്രഖ്യാപിച്ചിരുന്നു താൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന്. ഒരു ക്രിസ്മസ് പ്രോഗ്രാമിലാണ് ഉദയനിധി തുറന്നു പറഞ്ഞത് താൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന്. എന്നാൽ ഈ വർഷം കോയമ്പത്തൂരിൽ വീണ്ടും ഒരു ക്രിസ്മസ് പരിപാടി നടന്നു. ആ ക്രിസ്മസ് ആഘോഷം കോയമ്പത്തൂരിലെ പെന്തക്കോസ് സഭകളുടെ ഐക്യവേദിയായ സിനഡാണ് സംഘടിപ്പിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കോയമ്പത്തൂരിലെ ബദേൽ മെട്രോപൊളിറ്റൻ ചർച്ചിൽ നടന്ന ആഘോഷവേളയിൽ ഉദയനിധി വീണ്ടും പ്രഖ്യാപിച്ചു, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നതിൽ അഭിമാനിക്കുന്നു, അത് തുറന്നു പറയുന്നതിൽ എനിക്ക് മടിയില്ല. ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഉദയനിധി ഏത് പള്ളിയിലാണ് പോകുന്നത്, ഏത് ആരാധനയിലാണ് പങ്കെടുക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടന്നിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലും അദ്ദേഹം ആരാധനകളിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പ്രാക്ടീസിങ് ക്രിസ്ത്യാനിയാണ്. ആ സ്വാധീനമായിരിക്കാം ഉദയനിധിയെ ക്രൈസ്തവ ആശയങ്ങളോട് ആഭിമുഖ്യമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയത്. അദ്ദേഹം പറയുന്നത്, താൻ ഡോൺ ബോസ്കോ സ്കൂളിലും ലയോള കോളേജിലുമൊക്കെയാണ് പഠനം നടത്തിയത്. ഈ ക്രിസ്തീയ സ്ഥാപനങ്ങളിലെ പഠനം തന്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഉദയനിധി വെളിപ്പെടുത്തുന്നു. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. അപ്പോൾ തന്നെ കരുണാനിധിയുടെ കുടുംബം അല്ലെങ്കിൽ സ്റ്റാലിന്റെ കുടുംബം പരമ്പരാഗതമായി ദൈവവിശ്വാസികളല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദയനിധിയെ കുറിച്ച് പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈലുകളിൽ എത്തീസ്റ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ മതവിശ്വാസം സംബന്ധിച്ച് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് താൻ അഭിമാനബോധമുള്ള ഒരു ക്രിസ്ത്യാനിയാണെന്ന്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയക്കാരും തങ്ങളുടെ ക്രിസ്ത്യൻ ഐഡന്റിറ്റി മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉദയനിധിയെ പോലെ വളർന്നു വരുന്ന ഒരു ലീഡർ കൃത്യമായി പറയുന്നത് താൻ ഒരു ക്രിസ്ത്യാനിയാണെന്നതിൽ അഭിമാനിക്കുന്നു എന്നുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് താൻ പഠിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച ആശയങ്ങളിലൂടെയും തന്റെ ഭാര്യയുടെ സ്വാധീനത്തിലൂടെയും ഒക്കെ ഉണ്ടായതായിരിക്കാം. അദ്ദേഹം ഒരു സഭയിലും ആരാധനയിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും ക്രിസ്തുവിനെ യഥാർത്ഥ രക്ഷിതാവും കർത്താവുമായി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി നമുക്കറിയത്തില്ല. തന്റെ ക്രിസ്ത്യൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതോടൊപ്പം ഉദയനിധി കൃത്യമായ ഒരു രാഷ്ട്രീയക്കാരന്റെ മെയ്വഴക്കത്തോടെ ഇത്രയും കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഒരു മുസ്ലിമായി കണ്ടാൽ ഞാൻ മുസ്ലിമാണ്, നിങ്ങൾ എന്നെ ഒരു ഹിന്ദുവായി കണ്ടാൽ ഞാൻ ഒരു ഹിന്ദുവുമാണ്. കാരണം എല്ലാ മതങ്ങളിലും സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ കൃത്യമായ കൗശലത്തോടെ താൻ ഒരു മതേതര രാഷ്ട്രീയ നേതാവാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാലും നമുക്ക്
ഉദയനിധിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കരുണാനിധിയുടെ ഈ കൊച്ചുമകന് ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിയുവാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന്.